ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഉത്തരം അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യൻ ആര്? ഉത്തരം വാസ്കോഡഗാമ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യൻ. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് എന്നാണ്? ഉത്തരം 1498 മെയ് 20-ന്. 1498 മെയ് 20-നാണ് വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് കോഴിക്കോട്ടെ കാപ്പാടാണ്. കോഴിക്കോട്ടെ കാപ്പാടാണ് വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ഏത് വർഷം? ഉത്തരം 1510. 1510-ലാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ്? ഉത്തരം ബിജാപ്പൂർ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷായിൽ നിന്ന്. ബിജാപ്പൂർ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷായിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. കുളച്ചൽ യുദ്ധം നടന്നതെന്ന്? ഉത്തരം 1741 ഓഗസ്റ്റ് 10-ന്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തിയതാര്? ഉത്തരം EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്? ഉത്തരം 1924 മാർച്ച് 30. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതെന്ന്? ഉത്തരം 1925 നവംബർ 23-ന്. 1925 നവംബർ 23-നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന്? ഉത്തരം 1829 ഡിസംബർ 4-ന്. 1829 ഡിസംബർ 4-നാണ് വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അക്ബർ പണികഴിപ്പിച്ച പുതിയ തലസ്ഥാനമേത്? ഉത്തരം ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയാണ് അക്ബർ പണികഴിപ്പിച്ച പുതിയ തലസ്ഥാനം. അക്ബർ പണികഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ഏത്? ഉത്തരം ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയാണ് അക്ബർ പണികഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം. 50 രാജ്യങ്ങളിലെ പ്രതിനിധികൾ UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം ഏത്? ഉത്തരം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. ഇത് നടന്നത് 1945 ജൂൺ 26-ന്. 1945 ജൂൺ 26-ന് നടന്ന സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിലാണ് 50 രാജ്യങ്ങളിലെ പ്രതിനിധികൾ UN ചാർട്ടർ ഒപ്പുവെച്ചത്. 29ാമത് അംഗമായി ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചതെന്ന്? ഉത്തരം 1945 ജൂൺ 26-ന്. 1945 ജൂൺ 26-നാണ് 29ാമത് അംഗമായി ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. 51ാം അംഗമായി UN ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യമേത്? ഉത്തരം പോളണ്ട്. പോളണ്ടാണ് 51ാം അംഗമായി UN ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം.